നമസ്കാരം. ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി ഷബാന മഹമൂദ് പ്രഖ്യാപിച്ച കർക്കശമായ കുടിയേറ്റ പരിഷ്കാരങ്ങൾക്കെതിരെ ഭരണകക്ഷിക്കുള്ളിൽ തന്നെ കലാപം രൂക്ഷമാകുന്നു. സ്വന്തം സർക്കാരിലെ മന്ത്രിമാരും വിമത എംപിമാരും ഹോം സെക്രട്ടറിയുടെ നിലപാടുകളെ പരസ്യമായി ചോദ്യം ചെയ്ത് രംഗത്തെത്തിയതോടെ പുതിയ നിയമങ്ങളിൽ ലേബർ സർക്കാർ മാറ്റം വരുത്തിയേക്കുമെന്നാണ് സൂചന. യുകെയിൽ സ്ഥിരതാമസത്തിനുള്ള യോഗ്യത നേടാൻ കൂടുതൽ വർഷങ്ങൾ കാത്തിരിക്കണമെന്ന നിർദ്ദേശം ഉൾപ്പെടെയുള്ള കടുത്ത തീരുമാനങ്ങളാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കുടിയേറ്റ നയങ്ങൾ പരിഷ്കരിക്കാനുള്ള ഷബാന മഹമൂദിന്റെ നീക്കം ബ്രിട്ടീഷ് സംസ്കാരത്തിന് യോജിച്ചതല്ലെന്ന് മുൻ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നർ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ബ്രിട്ടനിലുള്ള കുടിയേറ്റക്കാർക്ക് കൂടി ബാധകമാകുന്ന തരത്തിൽ മുൻകാല പ്രാബല്യത്തോടെ നിയമം നടപ്പിലാക്കാനുള്ള നീക്കമാണ് എംപിമാരെ ചൊടിപ്പിച്ചത്. ഇത് നിലവിലുള്ള വിദേശ സമൂഹത്തെ, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ഇന്ത്യൻ കുടിയേറ്റക്കാരെ സാരമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാക്കുന്നുണ്ട്. പുതിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ കൺസൾട്ടേഷൻ ഘട്ടത്തിലാണ്. എന്നാൽ സർക്കാരിനുള്ളിലെ സമ്മർദ്ദം ശക്തമായതോടെ ക്ഷേമ പദ്ധതികളിലും ഡിജിറ്റൽ ID വിഷയത്തിലും ഉണ്ടായതുപോലെ കുടിയേറ്റ നിയമത്തിലും സർക്കാരിന് പിന്നോട്ടു പോകേണ്ടി വരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. മന്ത്രിമാർ പരോക്ഷമായി എംപിമാരെ ഉപയോഗിച്ച് ഹോം സെക്രട്ടറിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായി ദ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടിൽ മാറ്റമില്ലെന്നും കൺസൾട്ടേഷൻ ഫലം വന്ന ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂ എന്നുമാണ് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ വിശദീകരണം. അതിനിടെ പുതിയ കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ നോർത്തേൺ അയർലൻഡിലെ ലണ്ടൻഡെറിയിൽ വൻ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. അവർ നോർത്തേൺ അയർലൻഡ് വോയ്സ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലാവണം നിയമപരിഷ്കാരങ്ങളെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. വിദേശ പതാകകൾ അനുവദിക്കില്ലെന്ന നിബന്ധനയോടെ നടന്ന ഈ പ്രകടനത്തിനെതിരെ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ കൗണ്ടർ പ്രൊട്ടസ്റ്റും നടന്നു. ബ്രിട്ടനിലെ കുടിയേറ്റ നിയമങ്ങളിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ വിദേശ സമൂഹത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന ഉത്കണ്ഠയിലാണ് പ്രവാസി സമൂഹം. ബ്രിട്ടനിലെ കുടിയേറ്റ നിയമങ്ങളിൽ കൊണ്ടുവരുന്ന കർക്കശമായ മാറ്റങ്ങൾ ലേബർ പാർട്ടിക്കുള്ളിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഭരണപക്ഷത്തെ പ്രമുഖ നേതാക്കൾ തന്നെ ഹോം സെക്രട്ടറിയുടെ നിലപാടുകളെ തള്ളിക്കളഞ്ഞത് സർക്കാരിന് വലിയ തിരിച്ചടിയായി. മുൻകാല പ്രാബല്യത്തോടെ നിയമം നടപ്പിലാക്കാനുള്ള നീക്കം കുടിയേറ്റക്കാരുടെ ഇടയിൽ കടുത്ത ആശങ്ക പടർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും PR ലഭിക്കാൻ കൂടുതൽ കാലതാമസം നേരിടും എന്നത് ബ്രിട്ടനിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്നു. സർക്കാരിനുള്ളിലെ ആഭ്യന്തര കലഹവും തെരുവിലെ പ്രതിഷേധങ്ങളും ഷബാന മഹമൂദിന്റെ നീക്കങ്ങളെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ക്ഷേമ പദ്ധതികളിലും ഡിജിറ്റൽ ID വിഷയത്തിലും നേരത്തെ സംഭവിച്ചതുപോലെ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി വിവാദമായ തീരുമാനങ്ങളിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മറ്റു മന്ത്രിമാർ തന്നെ ഹോം സെക്രട്ടറിക്കെതിരെ പരോക്ഷമായി കരുനീക്കം നടത്തുന്നത് സർക്കാരിന്റെ ഐക്യത്തെ ബാധിക്കുന്ന ഗൗരവകരമായ വിഷയമായി മാറിയിട്ടുണ്ട്. നിലവിൽ ഈ നിർദ്ദേശങ്ങൾ കൺസൾട്ടേഷൻ ഘട്ടത്തിലാണെങ്കിലും വരാനിരിക്കുന്ന അന്തിമ തീരുമാനം ബ്രിട്ടനിലെ വിദേശ സമൂഹത്തെ സംബന്ധിച്ച് നിർണായകമാണ്. നോർത്തേൺ അയർലൻഡിൽ ഉണ്ടായതുപോലെയുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയാൻ മിതമായ നിലപാട് സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതരായേക്കും.